ഒന്നാമത്തെ ഭാഗം തുടങ്ങുന്നത് എവിടെയാണ്? അള്ളാഹുണ്ട് എന്ന വിശ്വാസത്തിൽ നിന്നാണ്. അതിന് തന്നെ ഘടകവിരുദ്ധമായി നിലകൊള്ളുന്ന തനിച്ച കമ്മ്യൂണിസം, അതിനുവേണ്ടി വരെ ആൾക്കാർ ജീവിക്കും. എങ്ങനെ ഒരു മുസ്ലിമിന് ഇത് പറ്റും? എനിക്ക് മനസ്സിലാവും. എങ്ങനെയാണ് ഇത് രണ്ടും കൂടി ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ ഒരുമിക്കുക? ഒരാൾക്ക് എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇല്ല എന്ന് പറയുന്നത്? പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ചരിത്രം നിങ്ങൾ എടുത്തു നോക്കിയാൽ, ഈ മുനാഫിക്കുകളെ നിങ്ങൾ ഖുർആനിൽ വായിച്ചു നോക്കൂ. മുനാഫിക്കുകളെ കുറിച്ചുള്ള അടയാളങ്ങൾ വായിച്ചാൽ ഈ കാലഘട്ടത്തിൽ അത് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടുക ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിം പേരുള്ള ആൾക്കാരല്ല. കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇസ്ലാമിനോട് മുസ്ലിങ്ങളോട് സാധ്യമായ സന്ദർഭങ്ങളെല്ലാം കടുത്ത ശത്രുത വെച്ച് പുലർത്തിയതാണ്. എത്ര ചരിത്രം നിങ്ങൾക്ക് വേണം? റഷ്യയിൽ ഒരു കാലഘട്ടത്തിൽ ഖുർആൻ ഓതാൻ പറ്റില്ലായിരുന്നു. വീട്ടിലിരുന്നിട്ട് രഹസ്യമായിട്ട് ഓതാൻ പോലും പേടിയാണ് ആൾക്കാർക്ക്. കാരണം ചിലപ്പോൾ മകൻ ഇവരുടെ സോവിയറ്റ് റഷ്യയുടെ ചാരനായിരിക്കും. ഖുർആൻ ഓതിയാൽ വാപ്പാന വരെ ചിലപ്പോൾ ഒറ്റുകൊടുക്കും. ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ രേഖപ്പെടുത്തിയ ചരിത്രത്തിൽ കാണാം, ഉലമാക്കൾ ചില ഖുർആൻ ഓതാൻ കാട്ടിൽ പോയിട്ട് ഗുഹന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഓതിരുന്നതാണ്. ഖുർആൻ ഓതി. ഖുർആൻ പുറത്തേക്ക് കേൾക്കാൻ പറ്റില്ലായിരുന്നു. താടി വെക്കാൻ സമ്മതിക്കില്ലായിരുന്നു. മസ്ജിദുകൾ അവർ നിസ്കരിക്കരുതെന്നല്ല, ബാറുകളാക്കി, മദ്യശാലകളാക്കി, അതുപോലെ ഡാൻസിനും മറ്റുമുള്ള പാട്ടുകൂത്തുകൾക്കുള്ള നഗ്ന പ്രദർശിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഇങ്ങനെ മുസ്ലിമീങ്ങളെ കഠിനമായ ഉപദ്രവം ഏൽപ്പിച്ച സമൂഹമാണ് ഇവർ. പലപ്പോഴും ഈ പാർട്ടിയിലുള്ള ആൾക്കാർ പിന്നീട് ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങൾക്ക് അന്ന് അബദ്ധം പറഞ്ഞു. എന്നെങ്കിലും ഒരിക്കൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് ഭരണം കിട്ടിയപ്പോൾ മുസ്ലിങ്ങളോട് ചെയ്ത് ശരിയായില്ല. ഏതെങ്കിലും ഒരാൾ പറയുന്നത് കേട്ടിട്ടുണ്ട്? ഒരാളത് പറഞ്ഞിട്ടില്ല. ഭരണം കിട്ടിയ എല്ലാ സ്ഥലങ്ങളും മുസ്ലിങ്ങൾ അടിച്ചമർത്തനം ചെയ്തവർ. ഞാനിത് പറയുന്നത് നിഫാഖിന്റെ അടയാളങ്ങൾ നമ്മുടെ ഉണ്ടാവരുത്. അള്ളാഹുന്റെ ദീനിനോടാണ് കൂറുണ്ടാവേണ്ടത്. ഒരു സംശയകാര്യത്തിൽ വേണ്ടത് ദീനിനോടാണ് കൂറ് വേണ്ടത്. അവനാണ് മുസ്ലിം. ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഫെമിനിസം കയറി വരുന്നതാണ്, ലിബറലിസം. ദീൻ ഒരിക്കലും വ്യക്തിപരമായ കാര്യങ്ങൾ ഇടപെടേണ്ടതില്ല. അതല്ലെങ്കിൽ സ്ത്രീകൾ അവർക്ക് ഇസ്ലാമിലെ കൽപ്പനകൾ അവർക്ക് യോജിച്ചതല്ല, അതല്ലെങ്കിൽ വിപ്ലവ ചിന്താഗതികൾ ഒന്നും ഇസ്ലാമിൽ പറഞ്ഞതല്ല.